എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ, പ്രതീക്ഷിക്കാവുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടിപൊളിയായിട്ട് ശ്രദ്ധിച്ച് പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചു വെക്കണം. ഇതൊരു 4 മാർക്കിന് വരെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം. പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്, പക്ഷേ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് സാധനം. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും കണ്ടുപിടിക്കാനാണ് ചോദ്യം. അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമത്തിന്റെ പ്രത്യേകത ഒരു ഇന്റർവെൽ ഉൾപ്പെടെ തന്നിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വെച്ച് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നു. ആ ക്രിട്ടിക്കൽ പോയിന്റിലും ഈ ഇന്റർവെല്ലിന്റെ ബൗണ്ടറി പോയിന്റ്സിലും ഫംഗ്ഷന്റെ വില നമ്മൾ കണ്ടുപിടിക്കുന്നു. കൂട്ടത്തിൽ ഏതാണോ വലുത് അതാണ് അബ്സല്യൂട്ട് മാക്സിമ, കൂട്ടത്തിൽ ഏതാണോ ചെറുത് അതാണ് അബ്സല്യൂട്ട് മിനിമ. ഓക്കെ, നോക്കാം. അപ്പൊ ആദ്യത്തെ ജോലി ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x³ മൈനസ് 15x² പ്ലസ് 36x പ്ലസ് 1. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ്. 2 ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x², 15 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x പ്ലസ് 36 ഇൻറ്റു x ഡെറിവേറ്റീവ് 1, 1 ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പൊ എന്തായി? 6x² മൈനസ് 30x പ്ലസ് 36. ഇതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എഫ് ഡാഷ് എക്സിനെ നമ്മൾ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 6x² മൈനസ് 30x പ്ലസ് 36 ഈക്വൽ ടു 0. സോൾവ് ചെയ്യാൻ വേണ്ടി മൊത്തത്തിൽ ഒന്ന് 6 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. x² മൈനസ് 30, 5x, 36 ഇസ് ഈക്വൽ ടു 0. രണ്ട് നമ്പേഴ്സ് സം എടുത്താൽ -5 വരണം, പ്രോഡക്റ്റ് എടുത്താൽ 6 വരണം. നമ്പേഴ്സ് ഏതൊക്കെയാ? -2ഉം -3ഉം. ശരിയല്ലേ? -2ഉം -3ഉം കൂട്ടിയ -5, ഗുണിച്ചാൽ +6. ഈ രണ്ട് നമ്പേഴ്സ് ഉപയോഗിച്ച് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ x-2 ഗുണം x-3 ഇസ് ഈക്വൽ ടു 6 ഈക്വൽ ടു 0. എന്നൊക്കെ അറിയാവുന്ന സംഗതിയാ. ഇത് എന്താണ്? സമം പ്രോഡക്റ്റ് എടുക്കുന്ന മെത്തേഡ്, അല്ലെങ്കിൽ -2 +or- ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഏതാണോ അത് ഉപയോഗിക്കാം. അവിടുന്ന് x-2 ഇസ് ഈക്വൽ ടു 0, x-3 ഇസ് ഈക്വൽ ടു 0, x ഇസ് ഈക്വൽ ടു 2 കിട്ടും, x ഇസ് ഈക്വൽ ടു 3 കിട്ടും. അപ്പൊ എക്സിന്റെ വിലകൾ ഏതൊക്കെയാ? ബൗണ്ടറി പോയിന്റ് ഉൾപ്പെടെ എഴുതണം. എക്സിന്റെ വിലകൾ 1 എടുക്കണം, എക്സിന്റെ വില ഇവിടെ നമുക്ക് കിട്ടിയ 2 എടുക്കണം, എക്സിന്റെ വില 3 എടുക്കണം, എക്സിന്റെ വില 5 എടുക്കണം. എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാ? ഇവിടെ ഈ ഇന്റർവെല്ലിൽ തരുന്ന വാല്യൂസ് ഉൾപ്പെടെ 1, അതിനുശേഷം 2, അതിനുശേഷം 3, അതിനുശേഷം ഇന്റർവെൽ അവസാനിക്കുന്ന 5. ഈ 4 വാല്യൂസിലെ എഫ് ഓഫ് എക്സ് കണ്ടെത്തുക എന്നാണ് നമ്മുടെ ജോലി. ഈ 4 വാല്യൂസിലെ എഫ് ഓഫ് എക്സ് കണ്ടെത്തുന്നു. അതിൽ ഏതാണോ വലുത് അതാണ് അബ്സല്യൂട്ട് മാക്സിമം, ഏതാണോ ചെറുത് അതാണ് അബ്സല്യൂട്ട് മിനിമം. ഓക്കെ, നോക്കാം. x ഈക്വൽ ടു 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ് വരുന്നത്? എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 1 കൊടുക്കണം. ശ്രദ്ധിച്ച് നോക്കി പറഞ്ഞേ. 2 ഇൻറ്റു 1³ എന്ന് പറഞ്ഞാൽ 2 മൈനസ് 15 ഇൻറ്റു 1² എന്ന് പറഞ്ഞാൽ 15. അടുത്ത 36 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 36 പ്ലസ് 1. എത്ര വരുന്നേ? കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, സോ ഇത് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വില 24 ആണ്. ബാക്കിയുള്ള വാല്യൂസിലും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്തോട്ട് 1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 24 കിട്ടി അല്ലെ? എക്സിന്റെ പ്ലേസിലോട്ട് 1 കൊടുക്കുമ്പോൾ ഉള്ള വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്തോട്ട് 2 കൊടുക്കണം, 2³ മൈനസ് 15 ഇൻറ്റു 2² പ്ലസ് 36 ഇൻറ്റു 2 പ്ലസ് 1. സോ 2³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ് അല്ലെ? 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 16, 15 ഇൻറ്റു 2² 4, 36 ഇൻറ്റു 2 പ്ലസ് 1. ശരിയാണല്ലോ? ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 28 ആണ്. ഓക്കെ, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത എക്സിന്റെ സ്ഥാനത്തോട്ട് 3 കൊടുക്കുക, എഫ് ഓഫ് 3 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? 2 ഇൻറ്റു എക്സിന് 3 കൊടുക്കുമ്പോൾ 3³ മൈനസ് 15 ഇൻറ്റു എക്സിന് 3 കൊടുക്കുമ്പോൾ 3² പ്ലസ് 36 ഇൻറ്റു എക്സിന് 3 കൊടുക്കുമ്പോൾ 3 പ്ലസ് 1. സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്തെടുക്കുക. ആൻസർ 20. ഇത് എഫ് ഓഫ് 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 29 ആണ് വരുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 28 വരും. എഫ് ഓഫ് 3 ചെയ്യുമ്പോൾ 28 വരും. അടുത്ത എഫ് ഓഫ് 5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഇൻറ്റു 5 ക്യൂബ്
മൈനസ് 15 ഇൻറ്റു 5ന്റെ സ്ക്വയർ 36 ഇൻറ്റു 5 പ്ലസ് 1. കാൽക്കുലേറ്ററി വാല്യൂ കൊടുക്കുക. കാൽക്കുലേറ്ററി വാല്യൂ കൊടുക്കുമ്പോൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ഉത്തരം എന്ന് പറയുന്നത് 56 ആയിരിക്കും. 56. ഓക്കെ, ഇപ്പൊ നമുക്ക് 4 വിലകളും കിട്ടി. ഏതൊക്കെയാ? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 24 കിട്ടി. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 29 കിട്ടി. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 28 കിട്ടി. എഫ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 56 കിട്ടി. ഓക്കെ, ഇതിനകത്ത് ഏതാണ് ഏറ്റവും വലിയ വില, ഏതാണ് ഏറ്റവും വലുത്? അതാണ് അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയുന്നത്. ഏറ്റവും വലുത് 56. അപ്പം അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയുന്നത് 56 അറ്റ് ഏത് പോയിന്റ് ആണെന്നും കൂടെ എഴുതി വെച്ചോളൂ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5 അല്ലെ. ഇനി അബ്സല്യൂട്ട് മിനിമയോ? അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്ന ഏത് പോയിന്റിലാണ്? ഏറ്റവും ചെറിയ വാല്യൂ 24 ആണ് അല്ലെ. 24 അത് ഏത് പോയിന്റാ? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 1 അബ്സല്യൂട്ട് മാക്സിമ, എക്സ് ഈക്വൽ ടു 1 അബ്സല്യൂട്ട് മിനിമ, എക്സ് ഈക്വൽ ടു 5 അബ്സല്യൂട്ട് മാക്സിമ. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു പൈ ബൈ 2 ആൻഡ് 3 ഇഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 is a continuous function. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിച്ചിരിക്കണേ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പൊ പൈ ബൈ 2 കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടുത്തെ കണ്ടീഷൻ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു കണ്ടീഷൻ ആണ്. അതായത് കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ അനുസരിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് പൈ ബൈ 2 ഈക്വൽ ആയിരിക്കും അല്ലെ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണുള്ള കണ്ടീഷൻ എന്തുവാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്ക് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് കണ്ടിന്യൂസ് ആവുക. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് പൈ ബൈ 2 ആയിരിക്കും. നോക്കിക്കോ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പൈ ബൈ 2. എക്സ് ടെൻസ് ടു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് പൈ ബൈ 2 അടുക്കുന്നു എന്നാണ് മീനിങ്. പൈ ബൈ 2 ഈക്വൽ ആയിട്ടില്ല, പൈ ബൈ 2 അടുക്കുന്നു, പൈ ബൈ 2 ടെൻഡ് ചെയ്യുന്നു. ഇപ്പൊ നോട്ട് ഈക്വൽ ടു പൈ ബൈ 2 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാ? കെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2x. എഫ് ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ഈക്വൽ ആയി. പൈ ബൈ 2 ഈക്വൽ ആയുള്ള വാല്യൂ എത്രയാണ്? 3. ഓക്കെ, സോ ഇവിടുന്ന് കെ ഇങ്ങോട്ട് പുറത്തെടുക്കാം. കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 കോസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2x ഇസ് ഈക്വൽ ടു 3. ശ്രദ്ധിച്ചിരിക്കണേ. ഇനി ഈ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കുക, ഈ ഒരു ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമുക്കിപ്പോൾ ഡെറിവേറ്റീവ്സ് നല്ല രീതിയിൽ അറിയാം. ഫൈനൽ എക്സാമിന് ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ, ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റൂൾ പരിചയപ്പെടുത്താം. എൽ ഹോസ്പിറ്റൽസ് എന്നാണ് റൂളിന്റെ പേര്. എൽ ഹോസ്പിറ്റൽ, ലോപ്പിത്താൽ എന്നാണ് പറയേണ്ടത്. സ്പെല്ലിംഗ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എടാ, നേരിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തോ വരുന്നത്? എക്സിന്റെ സ്ഥാനത്തോട്ട് പൈ ബൈ 2 കൊടുക്കുമ്പോൾ കോസ് പൈ ബൈ 2 ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്തോട്ട് പൈ ബൈ 2 കൊടുക്കണം. പൈ ബൈ 2 ഇൻറ്റുവും വെട്ടാം. കോസ് 90 എന്ന് പറഞ്ഞാൽ 0 പൈന്ന് പൈ കുറച്ചാൽ 0 0 ബൈ 0 എന്ന് പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് അല്ലെ. ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ലോപ്പിത്താൽ റൂൾ ഉപയോഗിക്കാം. റൂൾ പറയുന്നത് ഇതാണ്: ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ. ഡെറിവേറ്റീവിന്റെ അങ്ങേയറ്റം വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ റൂൾ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. എനിവേ ഫൈനൽ ആൻസർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാർക്ക് വരും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനൊന്നും മുതിരേണ്ട ആവശ്യമില്ല. ലോപ്പിത്താൽ റൂള് ഇറ്റ്സ് ആൻ അക്സെപ്റ്റബിൾ മെത്തേഡ് അല്ലേ. സോ ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് അൺടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ്. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് കോഷ്യൻ റൂൾ ഉപയോഗിക്കേണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്ര ഉള്ളടാ, നോക്കിക്കോ. കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2. ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ന്യൂമറേറ്റർ ആരാ? കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാടാ? മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നാൽ മാത്രം കേട്ടോ. ഇവിടെ പൈയുടെ ഡെറിവേറ്റീവ് 0,
-2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഓക്കെ ഇസ് ഈക്വൽ ടു എന്താണ് 3. ഇനിയിപ്പോൾ താഴെ ഒരിക്കലും 0 വരത്തില്ല, -2 വരത്തുള്ളൂ. അപ്പോൾ 0 വരുത്തുന്ന ആള് അബ്സല്യൂട്ട്ലി ക്യാൻസലായി പോയിട്ടുണ്ട്. ഇനി ധൈര്യമായിട്ട് അങ്ങോട്ട് ലിമിറ്റ് കൊടുക്കാം. k ഇൻറ്റു ഒരു മൈനസ് ഉണ്ട്, സൈൻ ഉണ്ട്, എക്സ് കാണുന്ന സ്ഥലത്തോട്ട് π/2 കൊടുക്കുന്നു. ബൈ 0 -2 എന്ന് പറഞ്ഞാൽ -2 ഇസ് ഈക്വൽ ടു 3. മൈനസും മൈനസും വെട്ടിക്കളയാം. k ഇൻറ്റു സൈൻ 91 ആണ്, ബൈ 2 ഉണ്ട് ഇസ് ഈക്വൽ ടു 3. അവിടുന്ന് k ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 ഇങ്ങോട്ട് വരുമ്പോൾ 2 ഇൻറ്റു 3 k ഇസ് ഈക്വൽ ടു 6. അടിപൊളി ക്വസ്റ്റ്യൻ, നന്നായിട്ട് ചെയ്ത് പഠിച്ചോ. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ടും നമുക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതേപോലെയുള്ള ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.